ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ നമ്മൾ ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് ഡിഗ്രീൻ്റെ എക്സാം ഉണ്ടായിരുന്നു. എക്സാംസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് ഫ്രീ ആയത്. PSC കുറച്ച് പെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു. നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ പ്രിലിംസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഏത് മാസമാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റിയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരുന്നു, പ്രിലിംസ് ഉണ്ടാവുമോ അത് മെയിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ഇനി നമുക്കൊരു 6 മാസം, കഷ്ടിച്ചൊരു 6 മാസം, ജൂൺ ജൂലൈ എന്ന് പറയുന്ന സമയത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് എക്സ്റ്റെൻഡ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ 6 മാസം, കൃത്യം 6 മാസം. ഇപ്പോൾ ഇന്ന് 2-ാം തീയതി കഴിഞ്ഞ്, പിന്നെ 2-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ കറക്റ്റ് ഒരു 6 മാസത്തേക്ക് നമുക്ക് എന്തായാലും എക്സാം മുന്നിൽ കാണാം, പ്രിലിംസ് കാണാം. അപ്പോൾ പ്രിലിംസ് പാസ്സായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. ഇനി എല്ലാവരും ഇപ്പോൾ മെയിൻസിനായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് നമ്മുടെ പ്രിലിംസിലെ സിലബസിൽ. വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കമ്മീഷൻസ് നമ്മൾ 10th പ്രിലിംസിൻ്റെ സിലബസ് വെച്ചിട്ടായിരിക്കണം ഇപ്പോൾ ഈ LGS പഠിക്കാൻ വേണ്ടത്. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ കുറച്ച് സിലബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റേണ്ടി വരും. അത്ര വ്യത്യാസമേ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കുറേ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്നുമില്ല, കുറച്ച് പെൻഡിങ് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. കുറേ പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ PYQ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഏതെന്നാ വാങ്ങിച്ചേ, പ്രയാണം ഇന്നലകളിലൂടെ എന്നുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഒരു 66 ആണോ 60 അത്ര സംതിങ് ഒരു 70-ൻ്റെ ഉള്ളിൽ രൂപ കൊടുത്തിട്ട് കമ്പനി ബോർഡ് LGSൻ്റെ എന്നല്ല, LGS ലെവലുള്ള 2020 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള ഒരു PDF അവർക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു. അപ്പം ഇതാണ് ഞാനിങ്ങനെ ഫെറൽ ബൈൻഡിങ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. പഠിച്ച് തുടങ്ങിയിട്ടില്ല, ഇനി നാളെ മുതൽ വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ പൈസയ്ക്ക് ലാഭമാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്രിൻ്റ് എടുക്കണം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം പൈസയായി, 400-500 രൂപേൻ്റെ ഉള്ളിലായി ഇത് 2 ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു A4 ഷീറ്റിൽ ഇങ്ങനെ ഒരു 4 അങ്ങനെ വെച്ചിട്ട്, ഒരു A4 ഷീറ്റിൽ 4 പേജ് വരുന്ന പോലെ അങ്ങനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റായി. പിന്നെ നമ്മുടെ SCERTയുടെ കാര്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. SCERT ബുക്ക് ഏതാണ് റെഫർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കമൻസിലൊക്കെ റിപ്ലൈ ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ തരാൻ പോകുന്നത്. ഞാൻ ഈ PSC പള്ളിക്കൂടത്തിൻ്റെ SCERT പുതിയ പാഠപുസ്തകങ്ങൾ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 ബുക്കാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് തീരാറായി. ഇനി ഇതിപ്പോൾ 5, 7, 9 ക്ലാസ്സിലെ ചാപ്റ്റേഴ്സേ ഉള്ളൂ, ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം, 6, 8, 10 ബുക്ക് വാങ്ങണം. അതുപോലെ NCERTക്ക് ഒരു ബുക്ക് വാങ്ങണമെന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ PSC പള്ളിക്കൂടാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ടാലൻറ്റിൻ്റെ ഏതോ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, അറിവിടം എന്തോ സംതിങ് പറഞ്ഞിട്ട്. അത് നല്ല ബുക്കാണെന്ന് കേട്ടു. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കാം കേട്ടോ. അതുപോലെ വേറൊരു കാര്യം പറയുന്നത് PSC ബുള്ളറ്റിനാണ്. PSC ബുള്ളറ്റിൻ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞ് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു. ഞാനൊരു PC സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല, അപ്ലൈ ചെയ്തിട്ട് 3 മാസത്തിന് മേലേക്ക് ആയി എന്ന് പറഞ്ഞു. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ PSCയുടെ ഓഫീസിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ഏത് ജില്ലയാണോ അവിടുത്തെ PSC ഓഫീസിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ അവിടെ വിളിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡ് ഓഫീസ് തിരുവനന്തപുരം, നമ്മുടെ ഹെഡ് ഓഫീസ് അവിടെയുള്ള വരുന്നത്. അപ്പോൾ അവിടേക്ക് വിളിക്കാം. അവർക്ക് വിളിക്കേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, എന്താ പറയുക, ആസ്ഥാന ഓഫീസ് എൻക്വയറിന്ന് കൊടുത്തിട്ടുണ്ട്, മേഖല ഓഫീസുകൾ കൊടുത്തിട്ടുണ്ട്, ജില്ലാ ഓഫീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലെ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ ജില്ലയായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, വരുന്നില്ല, പൈസ പോയി എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ നമ്പർ എടുത്തിട്ട് ഇവിടെ ആയിരിക്കും 2ാമത്തെ പേജിലായിരിക്കും നമ്പർ ഉണ്ടാവുക. നമ്പർ എടുത്തിട്ട് നിങ്ങൾ വിളിച്ച് നോക്കുക. വിളിച്ച് നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് അവിടെ നിന്നാണ് ഇത് അയക്കുന്നത്. ഞാൻ ഇവിടുത്തെ അഡ്രസ്സ് കാണിച്ചു തരാം. ഇത് കണ്ടോ,
ദ പബ്ലിക് റിലേഷൻ ഓഫീസർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവനന്തപുരമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് അയക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടേക്ക് വിളിച്ച് നോക്കുക. എന്നിട്ടും ഒന്നും എനിക്ക് തോന്നുന്നു അവർ അയച്ചു തരുമെന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് അപ്ലൈ ചെയ്ത് പിറ്റത്തെ മാസം മുതൽ 2 വട്ടം കിട്ടാൻ തുടങ്ങി. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, കുറേ PC ബുള്ളറ്റിൻ എൻ്റെ കയ്യിലുണ്ട്. 2 വട്ടം, അതായത് 6 മാസത്തേക്ക് ഒരു പ്രാവശ്യം എടുത്തു, പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്തു. 1 വർഷമായി ഇപ്പം ഞാൻ എടുത്തോണ്ടിരിക്കും. എനിക്ക് 6 മാസം കഴിഞ്ഞു തോന്നുന്നു, 1 വർഷം കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇനിയും എനിക്ക് എടുക്കാനുണ്ട്. അപ്പോൾ എനിക്ക് എടുത്തപ്പോൾ എല്ലാ മാസവും കറക്റ്റായിട്ട് വന്നു. 1 മാസം 2 തവണയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബറിൽ എനിക്ക് 2ാമതാണ് ഇത് വന്നിട്ടുള്ളത്. ഡിസംബർ 1-ാം തീയതി, ഡിസംബർ 15-ാം തീയതി, എല്ലാ മാസം 1-ാം തീയതി 15-ാം തീയതി എന്നുള്ള എഡിഷൻ നമുക്ക് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചോദിക്കുക ഇങ്ങനെ വന്നിട്ടുണ്ടോ ചോദിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ PSC ഓഫീസിൽ തന്നെ വിളിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. അടുത്തൊരു 6 മാസത്തേക്ക് വേണ്ടിയിട്ട് വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. എനിക്ക് 2 മാസം കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ചോദിച്ചു സൈലത്തിലെ ക്ലാസ് എങ്ങനെയുണ്ട് എന്ന്. സൈലത്തിലിപ്പം കുഴപ്പമില്ല. ഞാനിപ്പോൾ പെൻഡിങ് ആയിരുന്നു ക്ലാസ്സൊക്കെ. ഇവിടെ മാത്സ് സാറിൻ്റെ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. സാറ് മാത്രമല്ല, അതിൽ ഒരുപാട് പേര്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇപ്പോൾ ഇതാണ് ഈ സൈലത്തിൽ ഇത് വരുന്നത്, ഒക്കെ കാണിച്ചു തരാം കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണിത് വരുന്നത് എന്നൊക്കെ. ഇതിൽ നമുക്ക് ഇതിൽ സ്റ്റഡീസിൽ ഇവിടെ സ്റ്റഡീസ് ഉണ്ടാകും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത ക്ലാസ്സും ലൈവ് ക്ലാസ്സിൻ്റെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൽ വ്യൂ ഓൾ ക്ലാസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടോ ചെറുതായിട്ട്. ഇത് നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഹിസ്റ്ററി വേണ്ട, ജോഗ്രഫി എടുക്കാം. ഹിസ്റ്ററിയിൽ ആകെ 1-2 ക്ലാസ് ഉള്ളൂ. ഈ ജോഗ്രഫി എടുക്കാം. ഇതിൽ ഓൾ കണ്ടന്റ് കൊടുത്തിട്ട് ഇന്ത്യൻ ജോഗ്രഫി കൊടുത്തിട്ടുണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. ഇതിലിപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത ക്ലാസ്സുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, സൂരജ് സാറുടെ ക്ലാസ്സാണ്. പിന്നെ നോട്ട്സ് പോയി കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിൻ്റെയും മാർക്കഡ് നോട്ടും അല്ലാത്ത നോട്ടുണ്ട് കേട്ടോ. നമ്മൾ സാറുമാരെ ക്ലാസ്സിൽ എഴുതില്ലേ, അങ്ങനത്തെ നോട്ടും എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എടുത്തു. ഇതിൽ സാറിൻ്റെ ക്ലാസ്സാണ്. ഇന്ത്യയുടെ സ്ഥാനമാണ് സാറ് ഈ ക്ലാസ്സിലെടുത്തത്. ഇത് നോട്ട് സാറൊന്നും എഴുതാത്ത ക്ലാസ്സാണ് ഇത്. ഈ ഒരു ഇനി ഞാൻ ഏതെടുത്ത് ഇത് സാറ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ നോട്ട്സിൽ എഴുതുന്നുണ്ടോ അത് നമുക്കിതിൽ PDF ആയിട്ട് കിട്ടും. സാറ് എഴുതിയിട്ടുള്ള എല്ലാ ഇതിലും കണ്ടോ, വരച്ചിരിക്കുന്നുണ്ടോ ഉത്തരാർദ്ധഗോളം എന്നൊക്കെ. ഇത് നമുക്ക് ഇങ്ങനെ വാങ്ങിച്ചാലും PDF ആയിട്ട് കിട്ടും, അല്ലാതെയും കിട്ടും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. 2 PDF ആയിട്ടും കിട്ടും. നമുക്ക് PDF വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വരയ്ക്കാത്തയും എഴുതാത്തയൊക്കെ നോട്ട്സ് വേണമെങ്കിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ നോട്ടും എഴുതാത്തതും എഴുതിയ നോട്ടുമായിട്ടുള്ളത് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ ക്ലാസ്സും ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ജോഗ്രഫി കാണിച്ചെന്നുള്ളൂ. പിന്നെ ഇവിടെ എല്ലാ നോട്ട്സ് ഉണ്ട്. മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, അങ്ങനെ കറണ്ട് അഫേഴ്സ് ഒക്കെ ഉണ്ട്. കറണ്ട് അഫേഴ്സിനൊക്കെ 2 സാറുമാരൊക്കെയാണ്, പ്രദീപ് സാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ക്ലാസ്സുകളൊക്കെ ആയി. ഇപ്പോൾ അത്യാവശ്യം എനിക്ക് പെൻഡിങ് ആണ്. നല്ല ക്ലാസ്സാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത. പ്രദീപ് സാറിൻ്റെ ഒക്കെ അടിപൊളി സൂപ്പർ ക്ലാസ്സാണ്. എന്താ പറയുക, നമ്മളങ്ങനെ കേട്ടിരുന്ന് പോകും. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഇപ്പോൾ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പെൻഡിങ് ഉള്ള ക്ലാസ്സൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എക്സാമ്പിൾ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ഉള്ള ക്ലാസ് കഴിഞ്ഞ് റെക്കോർഡർ ഉണ്ടാവും. അപ്പോൾ ഇതായിരിക്കും സാറിൻ്റെ ക്ലാസ്. വിക്ഷേപണ സ്ഥലത്തിന്റെ പേര് ചോദിച്ചപ്പോൾ എന്താണ്? കെനഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ, അമേരിക്ക. ഈ സംഘം യാത്ര ചെയ്ത പേടകത്തിന്റെ പേര് ക്രൂ ഡ്രാഗൺ റേസ്. നോക്കണേ, ഇതാണ് ആ ഒരു പേടകം. ക്രൂ ഡ്രാഗൺ റേസ് എന്ന് പറയുന്ന പേടകത്തിന്റെ ദൃശ്യമാണത്. ഈ പേടകത്തിന്റെ അകത്താണ് ആരിയ്ക്കുന്നത്? ആ 4 യാത്രികരും ഇരിക്കുന്നത് ഈ പേടകത്തിനുള്ളിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് വരുന്നത്.
സൂപ്പർ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈലൻറ്റ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അടിപൊളിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പെൻഡിങ് വെക്കും സിലബസ് ഒക്കെ എന്നുള്ളത്. പെൻഡിങ് ഒന്നുമില്ല, ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുറേ റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവരുടെ ഒപ്പം എത്തിപ്പെട്ടില്ല എന്നേ ഉള്ളൂ, ബാക്കി എല്ലാം ഓക്കെയാണ്. ഓക്കെ, പിന്നെ കുറേ പേര് എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നത് മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ കുറച്ച് ലോങ് വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടിപ്സും കാര്യങ്ങളും, നോട്ട് എങ്ങനെ എഴുതേണ്ടത്, സ്റ്റഡി നോട്ട് എങ്ങനെ എഴുതേണ്ടത്, അതുപോലെ PC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കേണ്ടത്, അതുപോലെ തൊഴിൽ രീതിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പം നമ്മുടെ കമ്പനി ബോർഡ് LGS നോക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇനി ചെയ്യാം. ഒരു 2 ദിവസം കൂടുമ്പോൾ ആയിട്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടായിരുന്നു, എക്സാംസിൻ്റെ ഡിഗ്രിയുടെ എക്സാം ആയതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിൽ കാണിച്ച എല്ലാ സാധനത്തിൻ്റെ ബുക്സ് ആയാലും പെന്നായാലും ക്ലോക്ക് ആയാലും ലാപ്ടോപ്പ് ആയാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പോയി വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.